തുടർച്ചയായി വീണ്ടും അധികാരത്തിലേക്ക് എത്തുമെന്ന വലിയ ആത്മവിശ്വാസമായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്. ഡൽഹി അത്രമേൽ അദ്ദേഹത്തിന് അറിയാമെന്ന തികഞ്ഞ ആത്മവിശ്വാസം. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. BJP അവിടെ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു കയറി. പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് ആം ആദ്മി പാർട്ടി തലകുത്തി വീണു. കോൺഗ്രസ് 0 എന്ന ശൂന്യതയിൽ മിണ്ടാതെ ഉരിയാടാതെ അങ്ങനെ തന്നെ നിന്നു. ഈ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ BJPയുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസ് ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ അവരുപയോഗിക്കുന്ന രാഷ്ട്രീയ രീതിയോ രാഷ്ട്രീയ മര്യാദകളോ രാഷ്ട്രീയ നയങ്ങളോ അല്ല ഡൽഹിയിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. സൗജന്യത്തിൻ്റെ ഒരു മഹാമേള അരവിന്ദ് കെജ്രിവാൾ ആദ്യമായി ഡൽഹി തെരഞ്ഞെടുപ്പിലെത്തിയപ്പോൾ മുൻപോട്ട് വെച്ചിരുന്നു. അതെല്ലാം അദ്ദേഹം നടപ്പിലാക്കിയെങ്കിൽ പോലും ആ സൗജന്യത്തിൻ്റെ ശീതീകരിച്ച മുറിയിൽ വിശ്രമിക്കുകയാണ് ഡൽഹി ജനത എന്ന് ബോധ്യപ്പെട്ട BJP പിന്നീട് അതിലും വലിയ ഓഫറുകൾ ഓരോന്നായി നൽകി. ജനങ്ങൾ ഒന്നടങ്കം BJPയെ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. എന്നാൽ ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ ഡൽഹി പോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇടമായി പിന്നീട് BJP ലക്ഷ്യം വെക്കുന്ന ഒരു സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. മമതാ ബാനർജിയുടെ പശ്ചിമ ബംഗാൾ. അവിടെ ഒരു കാലത്ത് അടക്കി ഭരിച്ചിരുന്ന ഇടതുപക്ഷത്തെ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് TMC അധികാരത്തിലെത്തിക്കുന്നു. ഇനി TMCയെ മാറ്റി നിർത്തി അവിടെ BJP ശക്തമായ രീതിയിൽ വളർന്നു വരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ആയിരിക്കുമോ BJP ആയിരിക്കുമോ ഇനി ബംഗാൾ പശ്ചിമ ബംഗാൾ ഭരിക്കുവാൻ പോകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സർവേ നടക്കുകയുണ്ടായി. താജ ഒപ്പീനിയൻ പോൾ സർവേ. ഓരോ മണ്ഡലത്തിൽ നിന്നും 10,000-ൽ പരം സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള ഒരു സംസ്ഥാനമായ പശ്ചിമ ബംഗാൾ ആര് ഭരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പരിശോധിക്കാം. ഏറ്റവും ആദ്യം കുച്ച് ബിഹാറാണ്. കുച്ച് ബിഹാറിൽ ആകെയുള്ളത് 9 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ TMCക്ക് 6 സീറ്റുകൾ, BJPക്ക് 2 സീറ്റുകൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 1 സീറ്റ്. അതായത് ഇരട്ടിയിലധികം സീറ്റുകൾ TMC കുച്ച് ബിഹാറിൽ നേടുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അടുത്തത് അലിപൂർദ്വാറാണ്. അലിപൂർദ്വാറിൽ ആകെയുള്ളത് 5 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെയും ബഹുഭൂരിപക്ഷം മുൻപിൽ നിൽക്കുന്നത് TMC തന്നെയാണ്, 4 സീറ്റുകൾ. BJP ആകട്ടെ 1 സീറ്റിൽ ഒതുങ്ങിപ്പോയി. കോൺഗ്രസിന് അവിടെ സീറ്റുകൾ നേടാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്ന് താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം വ്യക്തമാക്കുന്നു. മറ്റൊന്ന് ജൽപായ്ഗുഡിയാണ്. അവിടെ ആകെയുള്ളത് 7 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ TMC 4 BJP 3 കോൺഗ്രസിന് അവിടെയും സീറ്റുകളില്ല എന്ന് വ്യക്തമാകുന്നു. അടുത്തത് കലിംപോഗാണ്. കലിംപോഗിൽ ആകെയുള്ളത് 1 നിയമസഭാ മണ്ഡലം. അത് TMC അതായത് തൃണമൂൽ കോൺഗ്രസ് തന്നെ നേടുമെന്നുള്ളതാണ് താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നത്. അടുത്തത് ഡാർജിലിംഗ് ആണ്. ഡാർജിലിംഗിൽ ആകെയുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 TMC, 1 BJP, 1 കോൺഗ്രസ്. അവിടെ BJPയും കോൺഗ്രസും തമ്മിൽ ശക്തമായ പോരാട്ടം. തൃണമൂൽ കോൺഗ്രസ് അവിടെ 3 സീറ്റുകൾ നേടിക്കൊണ്ട് മുൻനിരയിൽ തന്നെ നിൽക്കുന്നുണ്ട്. മറ്റൊന്ന് ഉത്തർ ദിനാജ്പൂറാണ്. ഉത്തർ ദിനാജ്പൂരിൽ ആകെയുള്ള 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 തൃണമൂൽ കോൺഗ്രസ്, 2 BJP, 1 കോൺഗ്രസ്. അതായത് ഇരട്ടിയിലധികം സീറ്റുകൾ ഉത്തർ ദിനാജ്പൂരിൽ നേടും എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അതായത് കിച്ച് ബിഹാറിലുള്ള അതേ കണക്ക് തന്നെയാണ് ഉത്തർ ദിനാജ്പൂരിലും ഉള്ളത്. അടുത്തത് ദക്ഷിൺ ദിനാജ്പൂരാണ്. അവിടെ 6 നിയമസഭാ മണ്ഡലങ്ങൾ, TMC 4 BJP 2 അവിടെ കോൺഗ്രസിന് സീറ്റുകളില്ല എന്ന് താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നു. മറ്റൊന്ന് മാൽദയാണ്. മാൽദയിൽ ആകെയുള്ള 12 നിയമസഭാ മണ്ഡലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് 8 BJP 3 കോൺഗ്രസ് 1. അടുത്തത് മുർഷിദാബാദാണ്. മുർഷിദാബാദിൽ 22 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ആ 22 നിയമസഭാ മണ്ഡലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് 16 BJP 4 കോൺഗ്രസ് 1. നാദിയ ജില്ലയിൽ ആകെയുള്ള 17 നിയമസഭാ മണ്ഡലങ്ങളിൽ 11 തൃണമൂൽ കോൺഗ്രസ്, 4 മാത്രം BJP, 1 കോൺഗ്രസ്. അവിടെ ഇരട്ടിയിലധികം സീറ്റുകളാണ് തൃണമൂൽ കോൺഗ്രസ് നേടുക, 11 സീറ്റുകൾ. BJP തൊട്ടു പിന്നാലെയുള്ളത് BJP ആണ്, 4 സീറ്റുകൾ മാത്രമാണ് അവിടെ നേടുക എന്നാണ് താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നത്. അടുത്തത് ഉത്തർ 24 പർഗനയാണ്. അവിടെ ആകെയുള്ള 33 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ 21 തൃണമൂൽ കോൺഗ്രസ് വിജയിക്കുമെന്ന താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നു. 10 BJP, 2 കോൺഗ്രസ്. അടുത്തത് ദക്ഷിൺ 24 പർഗാനയാണ്. അവിടെ ആകെയുള്ള 31 നിയമസഭാ മണ്ഡലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് 3 BJP 4 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 2. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായ കൊൽക്കത്തയാണ്. കൊൽക്കത്ത ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 8 തൃണമൂൽ കോൺഗ്രസ്, 3 BJP. അവിടെയും കോൺഗ്രസിന് സീറ്റുകളില്ല. അടുത്തത് ഹാബ്ഡേ ആണ്. ഹാബ്ഡയിൽ ആകെയുള്ള 16 നിയമസഭാ മണ്ഡലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് 12, അതായത് 80% സീറ്റുകളും തൃണമൂൽ കോൺഗ്രസ് നേടുമെന്ന് പറയുന്നു.
BJP 3 കോൺഗ്രസ് 1. ഹുഗ്ലി ജില്ലയിൽ ആകെയുള്ള 18 നിയമസഭാ മണ്ഡലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് 15, BJP 3. അതായത് ഇതുവരെ പറഞ്ഞ എല്ലാ ജില്ലകളിലും തൃണമൂൽ കോൺഗ്രസ് BJPയേക്കാളും കോൺഗ്രസിനേക്കാൾ ബഹുദൂരം മുൻപിലാണെന്നുള്ളതാണ് താജാ ഒപ്പീനിയൻ പോൾ സർവേ ഫലം വ്യക്തമാക്കുന്നത്. മറ്റൊന്ന് മെദിനിപൂരാണ്. മെദിനിപൂരിൽ ആകെയുള്ള 16 നിയമസഭാ മണ്ഡലങ്ങളിൽ 9 തൃണമൂൽ കോൺഗ്രസ്, 6 BJP, 1 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പശ്ചിമ മെദിനിപൂരിൽ ആകെയുള്ള 15 നിയമസഭാ മണ്ഡലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് 11, BJP 4, കോൺഗ്രസിന് എവിടെയും സീറ്റുകളില്ല. അടുത്തത് ജാർഗ്രാമാണ്. ജാർഗ്രാമിൽ ആകെയുള്ള 4 നിയമസഭാ മണ്ഡലങ്ങളിൽ 90% സീറ്റുകളും തൃണമൂൽ കോൺഗ്രസ് നേടുന്നു. 3 തൃണമൂൽ കോൺഗ്രസ്, 1 മാത്രം BJP. അടുത്തത് പുരുലിയാണ്. പുരുലിയ ജില്ലയിൽ ആകെയുള്ള 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 തൃണമൂൽ കോൺഗ്രസ്, 3 BJP. ഇരട്ടി സീറ്റുകളിലാണ് തൃണമൂൽ കോൺഗ്രസ് ആ ജില്ലയിൽ ജയിക്കുന്നത് എന്ന താജാ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നു. മറ്റൊന്ന് ഭാംഗുഡയാണ്. ഭാംഗുഡയിൽ ആകെയുള്ള 12 നിയമസഭാ മണ്ഡലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് 8, BJP 3, കോൺഗ്രസ് 1. അടുത്തത് പൂർവ്വ ബർധമാനാണ്. പൂർവ്വ ബർധമാനിൽ ആകെയുള്ള 16 നിയമസഭാ മണ്ഡലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് 10 വിജയിക്കുമ്പോൾ BJP 6 വിജയിക്കുമെന്ന കണക്കുകൾ പറയുന്നു. പശ്ചിമ ബർധമാനിൽ ആകെയുള്ള 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 തൃണമൂൽ കോൺഗ്രസ്, 3 BJP. വീർഭൂവാണ് ഏറ്റവും ഒടുവിലുള്ള ജില്ല. ആ ജില്ലയിലുള്ള 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 തൃണമൂൽ കോൺഗ്രസ്, 3 BJP, 2 കോൺഗ്രസ്. അതായത് ആകെയുള്ള 298 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 81, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 13, തൃണമൂൽ കോൺഗ്രസ് 198, മറ്റുള്ളവർ 2 എന്നുള്ള രീതിയിലാണ് താജാ ഒപ്പീനിയൻ പോൾ സർവേ ഫലം കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതായത് ബഹുദൂരം മുൻപിലാണ് തൃണമൂൽ കോൺഗ്രസ്. 198 എന്ന കണക്കുകളോടുകൂടി കേവല ഭൂരിപക്ഷം മറികടന്നുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് തന്നെ പശ്ചിമ ബംഗാൾ അടക്കി ഭരിക്കുമെന്നുള്ളതാണ് താജാ ഒപ്പീനിയൻ പോൾ സർവേ ഫലം വ്യക്തമാക്കുന്നത്.